കാലവർഷത്തിന്റെ വരവറിയിച്ച് തെക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടാണ്. 5 ദിവസത്തിനകം തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരണം നൽകും. സാരംഗ്, അങ്ങനെ കാലവർഷം എത്തുകയാണോ? ഈ പറഞ്ഞതിലും നേരത്തെയാണോ കാലവർഷത്തിന്റെ വരവ്? തീർച്ചയായും ഇത്തവണ കാലവർഷം എത്താൻ 26-ാം തീയതിയോടുകൂടി എത്തുമെന്നായിരുന്നു ഇതിനു മുൻപ് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അതിൽ ചെറിയ മാറ്റം വരികയായിരുന്നു. അതിനുശേഷം കാലവർഷം ഇത്തവണ ശക്തി കുറയും എന്ന രീതിയിലൊക്കെ ആയിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. പക്ഷേ അത്ര കണ്ട് ശക്തി കുറഞ്ഞിട്ടല്ല ഇപ്പോൾ കാലവർഷം കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ നല്ല രീതിയിലുള്ള മഴ പെയ്തിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലടക്കം ഓറഞ്ച് അലർട്ട്, അടുത്ത 3 മണിക്കൂറിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഓറഞ്ച് അലർട്ടും ഒപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യത അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നതിലടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തൽക്കാലത്തേക്ക്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ തന്നെ മഴ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലവർഷം ഈ ഒരു മഴയോടുകൂടി തുടർന്ന് ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ചയാണ് സാധാരണ രീതിയിൽ ജൂണിൽ 1-ാം തീയതി തന്നെ മഴ തുടങ്ങുകയാണ് പതിവ്. ഇപ്പോൾ 2 ദിവസം മുൻപ് തന്നെ മഴ അതിന്റെ ശക്തിയിലേക്ക് പതുക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല നമുക്കറിയാം പല ഭാഗങ്ങളിലും, തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് വരുന്നുണ്ട്. പല ഭാഗങ്ങളിലും കോർപ്പറേഷന്റെ ശുചീകരണം, മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിരുന്നു. പക്ഷേ അപ്പോൾ പോലും ചെറിയ വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് സെക്രട്ടേറിയറ്റിന് സമീപം മരം കടപുഴകി വീണ് അപകടം നടന്നിരുന്നു. അത് ബൈക്കിന് മുകളിലേക്കായിരുന്നു കടപുഴകി വീണത്. ഭാഗ്യവശാൽ അത് വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് പോയിരുന്നില്ല. എന്തിനായാലും മഴ വരുന്ന മണിക്കൂറിലും തുടരാനാണ് സാധ്യത. വരുന്ന ദിവസങ്ങളിലും കൂടുതൽ മഴ മുന്നറിയിപ്പ് ഉണ്ടാകും. ഒപ്പം ഇടിമിന്നൽ സൂചനയും ഉണ്ട്. ഒപ്പം വേഗതയേറിയ കാറ്റിനും സാധ്യത അറിയിച്ചിട്ടുണ്ട്. എൽദോ റൈറ്റ്. എന്നാലും വലിയ മഴയാണ്, ശക്തമായിട്ടുള്ള മഴയാണ് തെക്കൻ ജില്ലകളിൽ അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ട്.